തമിഴകത്ത് ഇത്തവണയും ആഞ്ഞടിച്ചത് ഇന്ത്യ മുന്നണിയുടെ കൊടുങ്കാറ്റ്. അണ്ണാമലയിലൂടെ വിജയക്കുതിപ്പ് പ്രതീക്ഷിച്ച ബി.ജെ.പി തകർന്നടിഞ്ഞു. അണ്ണാമലൈ കുപ്പുസ്വാമി എന്ന കെ അണ്ണാമലൈ തമിഴകം പിടിക്കാൻ ബി.ജെ.പി ഇറക്കിയ വജ്രായുധം. മുൻ IPS ഉദ്യോഗസ്ഥൻ. പോലീസ് സേനയിൽ സിംഗം എന്ന വിളിപ്പേര് കിട്ടിയ അണ്ണാമലൈ തിരഞ്ഞെടുപ്പിലും സിംഗമാകുമെന്ന ബി.ജെ.പി പ്രതീക്ഷ പക്ഷേ തെറ്റി. കോയമ്പത്തൂർ മണ്ഡലത്തിൽ DMK നേതാവ് ഗണപതി രാജ്കുമാറിനോട് 1,18,000-ലധികം വോട്ടിന് തോൽവി. ബി.ജെ.പിയെ തന്നെ ഞെട്ടിച്ച പരാജയം. ദ്രാവിഡ മണ്ണിൽ താമര വിരിയിക്കാൻ വൻ പദ്ധതികളാണ് ഇത്തവണ ബി.ജെ.പി നടത്തിയത്. തീപ്പൊരി നേതാവായ അണ്ണാമലയ്ക്കായിരുന്നു അതിൻ്റെ എല്ലാം കടിഞ്ഞാൺ. പോലീസ് സേന വിട്ട ബി.ജെ.പിക്കൊപ്പം ചേർന്ന അണ്ണാമലയെ 2021 ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷ പദവിയിലിരുത്തി. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ കുടുംബവാഴ്ചയ്ക്കെതിരെയും അഴിമതിക്കെതിരെയും കർശന നിലപാട് സ്വീകരിച്ചാണ് ഈ 39-കാരൻ്റെ രാഷ്ട്രീയ പ്രവേശനം. DMK നേതാക്കളുടെ അഴിമതികൾക്കെതിരെ ശബ്ദിച്ചും പ്രാദേശിക വികാരം ഇളക്കിവിട്ട് 100 ദിനം നീണ്ട പദയാത്ര നടത്തിയുമൊക്കെ അണ്ണാമലൈ അതിവേഗം ശ്രദ്ധിക്കപ്പെട്ടു. ജയലളിതയുടെ മരണത്തോടെ ശക്തി ക്ഷയിച്ച AIADMKയുടെ സ്വാധീനം കൂടി നേടിയെടുക്കുക ലക്ഷ്യമിട്ടും കരുക്കൾ നീക്കി. AIADMKയുമായുള്ള സഖ്യം ഒഴിവാക്കി ചെറു പാർട്ടികളെ കൂടെ കൂട്ടിയായിരുന്നു അണ്ണാമലയുടെ തിരഞ്ഞെടുപ്പ് തന്ത്രം. അതാണ് ഇത്തവണ തകർന്നടിഞ്ഞത്. 39 ലോക്സഭാ സീറ്റുകളുള്ള തമിഴ്നാട് ബി.ജെ.പിയുടെ ഇത്തവണത്തെ മിഷൻ സൗത്തിലെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു. 2 മുതൽ 3 സീറ്റുകൾ വരെ നേടുമെന്നും വോട്ട് വിഹിതം കുത്തനെ കൂട്ടുമെന്നുമായിരുന്നു എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ. 25% വരെ വോട്ട് വർധനവ് ബി.ജെ.പി സ്വപ്നം കണ്ടിരുന്നു. എന്നാൽ സംപൂജ്യരായെന്ന് മാത്രമല്ല, ആകെ കിട്ടിയ വോട്ട് വിഹിതം 11.24%. സ്റ്റാലിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ സഖ്യം മുഴുവൻ സീറ്റുകളും തൂത്തുവാരി. 23 സീറ്റുകളിലാണ് ബി.ജെ.പി ഇത്തവണ മത്സരിച്ചത്. ജയിച്ചു കയറാം എന്ന് അവർ ഉറപ്പിച്ച കോയമ്പത്തൂർ സീറ്റിൽ അണ്ണാമലയെ തന്നെ പോരിനിറക്കി. DMKക്ക് അധികം സ്വാധീനമില്ലാത്ത കൊങ്കുനാട് മേഖലയിലൂടെ തമിഴകത്തേക്ക് കടന്നു കയറാമെന്നായിരുന്നു ലക്ഷ്യം. മോദി തന്നെ പലതവണ തമിഴ്നാട്ടിൽ പ്രചാരണത്തിനെത്തി. മോദിയുടെ മണ്ഡലമായ വാരാണസിയുമായി തമിഴ്നാടിനെ ബന്ധിപ്പിക്കുന്ന തമിഴ് കാശി സംഗമം ഉൾപ്പെടെ പല പരിപാടികളും നടത്തി. കച്ചത്തീവ് വിഷയം തിരഞ്ഞെടുപ്പ് സമയത്ത് കത്തിച്ചതിന് പിന്നിലും അണ്ണാമലയുടെ തന്ത്രങ്ങളായിരുന്നു. അണ്ണാമലൈ മത്സരിക്കാനിറങ്ങിയതോടെ തീപാറും പ്രചാരണമാണ് കോയമ്പത്തൂർ മണ്ഡലത്തിൽ ഇത്തവണ നടന്നത്. അത് പോളിംഗ് ശതമാനത്തിലും പ്രതിഫലിച്ചു. എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ കൂടി അനുകൂലമായതോടെ അണ്ണാമലൈ വിജയമുറപ്പിച്ചു. എന്നാൽ ബി.ജെ.പി മോഹം തകർത്ത് DMK സ്ഥാനാർത്ഥി ഗണപതി രാജ്കുമാറിന്റെ ഉജ്ജ്വല മുന്നേറ്റമാണ് കണ്ടത്. ഒരു ഘട്ടത്തിൽ പോലും അണ്ണാമലൈക്ക് മുന്നിൽ വരാനായില്ല. 2004, 2009, 2019 വർഷങ്ങളിൽ CPM സ്ഥാനാർത്ഥിയാണ് കോയമ്പത്തൂർ മണ്ഡലത്തിൽ വിജയിച്ചത്. PR നടരാജൻ തുടർച്ചയായി 2 തവണ MP ആയി. 2019 അണ്ണാ DMK സഖ്യത്തിന് കിട്ടിയ 3,92,000 വോട്ടിലായിരുന്നു ഇത്തവണ ബി.ജെ.പിയുടെ കണ്ണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലും അവർ മുന്നേറ്റമുണ്ടാക്കി. ഇത്തവണ കോയമ്പത്തൂർ മണ്ഡലത്തിൽ അണ്ണാമല സ്ഥാനാർത്ഥിയായതോടെ DMKയും ഉണർന്നു. സഖ്യകക്ഷിയായ CPMൽ നിന്ന് സീറ്റ് തിരിച്ചെടുത്തു. 4 വർഷം മുൻപ് പാർട്ടിയിലെത്തിയ ഗണപതി രാജ്കുമാറിനെ സ്ഥാനാർത്ഥിയാക്കി. ബി.ജെ.പി തന്ത്രങ്ങളുടെ എല്ലാം മുനയൊടിക്കാൻ സ്റ്റാലിൻ തന്നെ നേരിട്ടിറങ്ങി. 2 മന്ത്രിമാർക്ക് ചുമതലയും നൽകി. ചിട്ടയായ പ്രചാരണം കൂടിയായപ്പോൾ ഭൂരിപക്ഷം 1,00,000 കടന്നു. 9 സീറ്റിൽ ബി.ജെ.പി 2ാം സ്ഥാനത്തെത്തി എന്നത് മാത്രമാണ് ഇത്തവണ പാർട്ടിക്ക് ആശ്വസിക്കാനുള്ള ഏക ഘടകം. AIADMK സഖ്യം ഉപേക്ഷിച്ചതൊക്കെ തിരിച്ചടിയുടെ ആക്കം കൂട്ടിയെന്ന് ഇപ്പോൾ വിമർശനമുയരുന്നുണ്ട്. DMKയുടെയും സ്റ്റാലിൻ്റെയും പടയോട്ടത്തിന് മുന്നിൽ നിഷ്പ്രഭമാവുകയായിരുന്നു യഥാർത്ഥത്തിൽ ബി.ജെ.പിയും അണ്ണാമലയും. ഈ തോൽവിയോടെ ബി.ജെ.പി അണ്ണാമലയെ കൈവിടുമെന്ന് കരുതാൻ വയ്യ. പ്രസിഡന്റായി നിലനിർത്തുകയോ അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിസഭയിൽ ഇടം നൽകിയോ തമിഴകം പിടിക്കാനുള്ള കൂടുതൽ തന്ത്രങ്ങൾ അണ്ണാമലയിലൂടെ പയറ്റാൻ തന്നെയായിരിക്കും ബി.ജെ.പിയുടെ ഇനിയുള്ള നീക്കവും.